മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ വയനാട്ടിൽ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ അവിടെ 100 വീടുകൾ നിർമ്മിക്കുന്നതിന് മുസ്ലിം ലീഗിന് കഴിയും. അത് ഇപ്പോൾ നോമ്പുകാലം കഴിയുമ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീടുകളുടെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. റമദാൻ എന്ന് പറയുന്നത് ഈ മാസം അവസാനമാണ് റമദാൻ. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ അവിടെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ 27-ാം തീയതി മുഖ്യമന്ത്രി നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഗ്രാൻഡായിട്ട് തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് ആ തറക്കല്ലിട്ട ഇടത്തേക്ക് ഈ ടൗൺഷിപ്പ് ഉയർന്ന് അതിൽ ആളുകൾ താമസിച്ച് വരാനൊക്കെ ഒരു വർഷമെങ്കിലും എടുക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം 2026 മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അതിനായിട്ടുള്ള നേരത്തെ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബിയെക്കുറിച്ചായിരുന്നു ബ്രാൻഡിംഗ് എങ്കിൽ ഈ വീടുകളുടെ നിർമ്മാണം അത് നന്നായി പൂർത്തിയാക്കിയതും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡിംഗ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണാൻ പോവുക. അതിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ 3 രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പടവെട്ടിക്കുന്നുകാരുടെ ദുരിതം അത് കാണാതെ പോയതൊന്നും ശരിയല്ല. കാരണം അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരിലേക്കും സഹായം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിസ്സംഗത കാണിക്കാത്ത ഒരാളാണ് റവന്യൂ മന്ത്രി എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം കുറച്ചെങ്കിലും സെൻസിറ്റീവായി ഈ വിഷയങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. അതിനെ നമ്മൾ നെഗറ്റീവായി കാണേണ്ടതില്ല.